മനുഷ്യ മനസ്സിനെ വിമലീകരിക്കാൻ, അതിനെ പാകപ്പെടുത്താൻ ഉതകുന്ന ഒരു നല്ല ഔഷധമാണ് സംഗീതം. ആ സംഗീതത്തിൻ്റെ പുതുചരിതം രചിക്കാൻ, പുത്തൻ പ്രതിഭകളെ വാർത്തെടുക്കാൻ പുതിയൊരു വേദി മഹസിൻ്റെ മടിത്തട്ടിൽ ഒരുങ്ങുന്നു. ഗാനലയം. മധുരഗാനങ്ങളും ഹൃദയസ്പർശിയായ വരികളും ചേർത്ത് ആത്മാവിനെ തൊടുന്ന മാപ്പിളപ്പാട്ടുകൾ ജനഹൃദയങ്ങളിൽ ഇന്നും തഴച്ചു വളരുന്നു. ആ പാരമ്പര്യ സംഗീതത്തിൻ്റെ പുതുമുഖങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. സ്വരത്തിലെ സംഗീതവും സംഗീതത്തിലെ സമാധാനവും മനസ്സിൽ ചേർത്ത് നമുക്ക് തുടങ്ങാം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഗ്രാമിക ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാനലയം മ്യൂസിക് റിയാലിറ്റി ഷോ 2025 ഏവർക്കും സ്വാഗതം. ഞാൻ കീർത്തന. ഞാൻ രാഷിമ രമേശ്. ഈ അവധിക്കാലം ആനന്ദകരമാക്കാൻ, ഓരോ കുരുന്നിൻ്റെയും ഉള്ളിലെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ മഹസ്സൊരുക്കിയ വേദി, അതാണ് സാകല്യം സമ്മർ ഫെസ്റ്റ്. മനുഷ്യ മനസ്സിനെ വിമലീകരിക്കാൻ, അതിനെ പാകപ്പെടുത്താൻ ഉതകുന്ന ഒരു നല്ല ഔഷധമാണ് സംഗീതം. ആ സംഗീതത്തിൻ്റെ പുതുചരിതം രചിക്കാൻ, പുത്തൻ പ്രതിഭകളെ വാർത്തെടുക്കാൻ പുതിയൊരു വേദി ഗാനലയം മഹസിൻ്റെ മടിത്തട്ടിൽ നമുക്കായി ഒരുങ്ങുകയായി. മധുരഗാനവും ഹൃദയസ്പർശിയായ വരികളും ചേർന്ന ആത്മാവിനെ തൊട്ടുണർത്തുന്ന മാപ്പിളപ്പാട്ടുകൾ ജനഹൃദയങ്ങളിൽ ഇന്നും തഴച്ചു വളരുന്നു. ആ പാരമ്പര്യ സംഗീതത്തിൻ്റെ പുതുമുഖങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. സ്വരത്തിൽ സംഗീതവും സംഗീതത്തിൽ സമാധാനവും മനസ്സിൽ നിറച്ച് നമുക്ക് തുടങ്ങാം. Now, it's my utmost honor to invite our esteemed panel of judges to take their places. Let the stage shine brighter as we welcome them. They are the heartbeat of the show and the voices of experience. ഗാനലയം റിയാലിറ്റി ഷോയുടെ ബഹുമാനരായ വിധികർത്താക്കളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി 3 പതിറ്റാണ്ടുകളായി മാപ്പിളപ്പാട്ട് രംഗത്തെ സജീവ സാന്നിധ്യം മാപ്പിള കവി ശ്രീ മേച്ചേരി സർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ കലോത്സവത്തിലെ വിധികർത്താവും മാപ്പിളപ്പാട്ട് ആൽബം ഡയറക്ടറുമായ ശ്രീ ഷമീർ പട്ടാനൂർ സാറിനെ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും മാപ്പിള കലാരംഗത്തെ നിറസാന്നിധ്യവുമായ ശ്രീമതി സൗജത് ടീച്ചറെ. ഗാനലയത്തിന്റെ ഇന്നത്തെ അതിഥികളായി എത്തിയിരിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി എൻ സുധാമണി ടീച്ചർ, അതോടൊപ്പം മട്ടന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ഇ.വി. വിനോദ് കുമാർ സർ എന്നിവരാണ്. ഇരുവരെയും ഹാർദ്രമായി സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനലയം റിയാലിറ്റി ഷോയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയ മുഴുവൻ പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം ശിവദ രതീഷ്. അപ്പൊ ശിവദ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ മകുടമടവിൽ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. നല്ല പാട്ടാണ്. ആരുടെ പാട്ടാണത്? OM കരുവാരക്കുണ്ട്. അപ്പൊ നന്നായി പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശിവദ, സുഖമല്ലേ? ആ, പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു. OM മാഷയുടെ നല്ല വരികളാണ് മോള് സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഉഷാറായിട്ട് പാടുക. നമുക്ക് ടെൻഷനൊന്നും വേണ്ട. ഏത് സ്കൂളിലാണ് പഠിക്കണേ? AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ, ബി കോൺഫിഡൻറ്റ്. ഓക്കെ, ഷുവർ, ഓൾ ദി ബെസ്റ്റ്. ശിവദ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 7th. ഇനി 7th, ഇപ്പോൾ 6-ലാണല്ലേ? നല്ല പാട്ടിൻ്റെ സെലക്ഷൻ, നന്നായി പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശിവദ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക. ബി കൂൾ. ഓക്കെ. മകുടമടമിലോട്ടു പൊലങ്കുമേ മിടുമിടുക്കിയാൽ പോലിവേ മതിമൾക്ക
കാമന കാഴ്ച കതൃപ്പമേ മട്ടാളെ കുട്ടി തന്നോളിവേ മകൾ വളർന്നിടെ മിളി വിടർന്നിടെ മഹസിനുണ്ടവൻ കുളിരവേ മലരിൻ ബാലികം ചിലന്തു കണ്ടിടെ മധുരിമ തൻ കിനിവേ മൊന്തും ലക്ഷണം മൊഞ്ചത്ത് ബിന്ദാം മുൻപുല പൂത്തപ്പോൾ നിറഭംഗി എന്താ മൊന്തും ലക്ഷണം മൊഞ്ചത്ത് ബിന്ദാം മുൻപുല പൂത്തപ്പോൾ നിറഭംഗി എന്താ മങ്കയാൽ ചങ്കൂടെ ഹുസ്നുൽ ജമാലാന്റെ മട്ടമാൾ കൈമുട്ടും പാട്ടും കളിയാണേ മുട്ടും പാളെ കൊട്ടും പാട്ടും ധ്വനിയുഷന്തീടെ രസമുറ്റും പാളെ ചുറ്റും കൊഷിയെ തിര കണ്ടാലേ മകുടമടമിലോട്ടു പൊലങ്കുമേ മിടുമിടുക്കിയാൽ പോലിവേ മാതിമൾ കാമന കാഴ്ചക്ക് തൃപ്പമേ മട്ടാളെ കുട്ടി തന്നോളിവേ മകൾ വളർന്നിടെ മിളി വിടർന്നിടെ മഹസിനുണ്ടവൻ കുളിരവേ മലരിൻ ബാലികം ചിലന്തു കണ്ടിടെ മധുരിമ തൻ കിനിവേ മികവുറ്റ സുൽത്താന്റെ തികവൊത്ത ബിന്ദിയിൽ മണതാരിൽ നിഷ്കുണവായി മതിവാണില്ലെങ്കിലും ബിതനങ്കും മഴകുറ്റോൻ മടവിയിലെത്തുവതായി മികവുറ്റ സുൽത്താന്റെ തികവൊത്ത ബിന്ദിയിൽ മണതാരിൽ നിഷ്കുണവായി മതിവാണില്ലെങ്കിലും ബിതനങ്കും മഴകുറ്റോൻ മടവിയിലെത്തുവതായി മധുരമൊത്തിരിയായി വസീറിന്റെ മകനദണ്ടരിവായി മകനദാനേ ഇസുമുറൈ ബാദറുൽ മുനീറ കഥ മുത്താറ്റൽ വൈദ്യരും ചൊങ്കുറ്റിയിൽ മട്ടം മാനിനം കാലയും ചൊന്ന നബികളും മക്ക നബിയണ്ടും കൊള്ള നബിയണ്ടും ഇശലത തിരയാ മകുടമടമിലോട്ടു പൊലങ്കുമേ മിടുമിടുക്കിയാൽ പോലിവേ മാതിമൾ കാമന കാഴ്ചക്ക് തൃപ്പമേ മട്ടാളെ കുട്ടി തന്നോളിവേ മകൾ വളർന്നിടെ മേളി വിടർന്നിടെ മഹസിനുണ്ടവൻ കുളിരവേ മലരിൻ ബാലികം ചിലന്തു കണ്ടിടെ മധുരിമ തൻ കിനിവേ മുഖം കണ്ട് ചതിപ്പെട്ട് തറിവായ മങ്കയിൽ മഹതാപ മങ്കുളവായി മടയന്ന ഭൂസയാദവന പ്രഹരിത്ത് മടുമലർ തേങ്കിടലായി മുഖം കണ്ട് ചതിപ്പെട്ട് തറിവായ മങ്കയിൽ മഹതാപ മങ്കുളവായി മടയന്ന ഭൂസയാദവന പ്രഹരിത്ത് മടുമലർ തേങ്കിടലായി വിധിയെന്നോത്തിടലായി പല നടുമാലകൾ താണ്ടുവതായി മടവിയാളെ തിരഞ്ഞത് ബാദറുൽ മുനീർ നിളെ മനത് നൊന്നിട്ട് മാസങ്ങളെത്തിര മജ്നൂനായി തീരുമോ വിധിയുമെത്തിരാ മഹിതരം പയ്യൽ തൊബീഭവത്തിത്തൊര ഇശലതത്തിരയാ മകുടമടമിലോട്ടു പൊലങ്കുമേ മിടുമിടുക്കിയാൽ പോലിവേ മാതിമൾ കാമന കാഴ്ചക്ക് തൃപ്പമേ മട്ടാളെ കുട്ടി തന്നോളിവേ മകൾ വളർന്നിടെ മേളി വിടർന്നിടെ മഹസിനുണ്ടവൻ കുളിരവേ മലരിൻ ബാലികം ചിലന്തു കണ്ടിടെ മധുരിമ തൻ കിനിവേ മുന്തും ലക്ഷണം മൊഞ്ചത്ത് ബിന്ദാം മുൻപുല പൂത്തപ്പോൾ നിറഭംഗി എന്താ മൊന്തും ലക്ഷണം മൊഞ്ചത്ത് ബിന്ദാം മുൻപുല പൂത്തപ്പോൾ നിറഭംഗി എന്താ മങ്കയാൽ ചങ്കൂടെ ഹുസ്നുൽ ജമാലാന്റെ മട്ടമാൾ കൈമുട്ടും പാട്ടും കളിയാണേ മുട്ടും പളെ കൊട്ടും പാട്ടും ധ്വനിയുഷന്തീടെ രസമുറ്റും പളെ ചുറ്റും കൊഷിയെ തിര കണ്ടാലേ മകുടമടമിലോട്ടു പൊലങ്കുമേ മിടുമിടുക്കിയാൽ പോലിവേ മാതിമൾ കാമന കാഴ്ചക്ക് തൃപ്പമേ മട്ടാളെ കുട്ടി തന്നോളിവേ മകൾ വളർന്നിടെ മേളി വിടർന്നിടെ മഹസിനുണ്ടവൻ കുളിരവേ മലരിൻ ബാലികം ചിരന്തു കണ്ടിടേ മധുരിമ തൻ കിനിവേ ശിവദ നന്നായി പാടി. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അല്ലേ എങ്ങനെയുണ്ടെന്നുള്ളത്. ജഡ്ജസ് എങ്ങനെയുണ്ടായിരുന്നു ശിവദേൻ്റെ പാട്ട്? ശിവദ എങ്ങനെ ഉണ്ടായിരുന്നോ? നന്നായി പാടാൻ പറ്റിയോ? പാടിയിട്ടുണ്ട് അല്ലേ? നന്നായി പാടിയിട്ടുണ്ട്. ചില വരികൾ തെറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു സ്റ്റക്കായതുപോലെ ഫീൽ ചെയ്ത് സാരമില്ല, എന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവദ നല്ല സ്വരാണ്. സ്ഥിരമായിട്ട് പാടാറുണ്ടോ? സ്ഥിരമായിട്ട് പാടണം. എല്ലാവരോടും പറയാനുള്ള വിഷയമാണത്. എല്ലാവരും സ്ഥിരമായിട്ട് പാടണം. നമ്മളൊരു മത്സരത്തിന് വേണ്ടി പാടാൻ പാടില്ല.
നല്ല സ്വരാണ്, കീപ്പ് ഇറ്റ് അപ്പ്. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാകവി എന്ന് പറയാവുന്ന OM കരുവാരക്കുണ്ട് ഒറ്റമാളിയേക്കൽ മുത്തുക്കോയത്തങ്ങൾ എഴുതിയ പാട്ടാണ്. അദ്ദേഹം ബദർ മുനീർ ഹുസ്നുൽ ജമാലിനെ കുറിച്ച് വൈദ്യര് പാട്ട് എഴുതിയിട്ടുണ്ട്. അതുകൂടി ടച്ച് ചെയ്തിട്ട് ആ വിഷയം എഴുതിയതാണ്. വൈദ്യര് ഈ പാട്ട് എഴുതിയത്, കാവ്യം എഴുതിയത് 96 പാട്ടുകളായിട്ടാണ്. അതിലെ പ്രധാന ഇശലുകളൊക്കെ പറയുന്നുണ്ട്, കൊള്ളാ നബി, അങ്ങനെ ചില ഇശലുകളൊക്കെ പറഞ്ഞിട്ട് ആ വൈദ്യര് തീർത്ത കാവ്യങ്ങളും. പയ്യൽ തൊബീബ് എന്ന് പറഞ്ഞ വൈദ്യർ പേരാണ്. പയ്യൽ തൊബീബ് പറഞ്ഞാൽ ഡോക്ടർ മകൻ എന്ന വൈദ്യർ മഹാകവി മോഹിനിക്കുട്ടി എഴുതിയ പേരാണ്. അദ്ദേഹത്തിന് തൂലികാനാമാണ്. തൊബീബ് പയ്യൽ എന്നും പറയും, പയ്യൽ തൊബീബ് എന്നും പറയും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും അതേപോലെ ഈ ഹുസ്നുൽ ജമാലിനെ കുറിച്ചും ബദർ മുനീറിനെ കുറിച്ചൊക്കെ OM എഴുതിയ വളരെ സുന്ദരമായ പാട്ടാണ്. നന്നായി പാടാൻ ശ്രമിച്ചു. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഡൗട്ട് വരുന്നുണ്ട്, ഇടയ്ക്ക് നിർത്തുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നുണ്ട് അല്ലേ? മനസ്സിലായിരുന്നോ പാടുമ്പോൾ? ഇല്ല, തുടക്കം തന്നെ കുറച്ച് പോയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം മുന്തും ലക്ഷണം മൊഞ്ചത്ത ബിന്ദ എന്ന് പറയുന്നില്ലേ, അത് ലാസ്റ്റ് പാടിയപ്പോൾ കറക്റ്റായിട്ട് പാടി. പക്ഷേ ആദ്യം പാടിയപ്പോൾ ബിന്ദ എന്നുള്ളത് അവിടെ കൊണ്ട് ഇട്ട പോലെയൊക്കെ. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊന്നും സാരമില്ല, ചെറിയൊരു പ്രശ്നമല്ലേ, ഒന്നും സാരാക്കണ്ട. ഏതായാലും നന്നായി പാടുക, വീണ്ടും നന്നായി പാടുക, എപ്പോഴും പാട്ട് കൂടെ കൊണ്ടുപോകുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവദ വളരെ മനോഹരമായിട്ടാണ് ശിവദ പാടിയത്. നല്ല രീതിയിൽ ശിവദ പാടി അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവദക്ക് സാധിച്ചിട്ടുണ്ട്. നാസർ സാറൊക്കെ പറഞ്ഞതുപോലെ മോള് ചെറിയൊരു ബ്രീത്തിൻ്റെ പ്രശ്നം പാടുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ബ്രീത്ത് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ഹൈ പിച്ച് അതുപോലെ ലോ പിച്ചിലൊക്കെ പോകുമ്പോൾ ആ ലാൻഡിങ് നോട്ട്സ് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. വളരെ നന്നായിട്ട് ദൈവം നല്ല ശബ്ദഭംഗി മോക്ക് തന്നിട്ടുണ്ട്. മോള് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ നമ്മുടെ ഈ ലോ പിച്ചിലൊക്കെ പോകുമ്പോൾ ലാൻഡിങ് നോട്ട്സ് കറക്റ്റായിട്ട് വരുന്നില്ല. അവസാന വേളയിൽ മോള് ചെറിയൊരു ടെൻഷൻ കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ആ ഒരു മത്സരത്തിലേക്ക് നമ്മൾ ഒരു ഷോയിലേക്ക് പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ലാൻഡിങ് നോട്ട്സ് അതുപോലെ തന്നെ ഹൈ പോർഷനിലൊക്കെ പോകുമ്പോൾ ബ്രീത്തിൻ്റെ ചെറിയൊരു കൺട്രോൾ മോളെടുത്തുനിന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയം. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല ഭാവുകങ്ങൾ മോൾക്ക് നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവദ, അപ്പോൾ ജഡ്ജസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. നമുക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ HM സുധാമണി ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചറുടെ അഭിപ്രായം ഒന്ന് കേട്ടോ. ശിവദ നന്നായി പാടി. താങ്ക് യു. വളരെ അർത്ഥവത്തായ വരികൾ, ആലാപന മാധുര്യം തുടക്കം മുതൽ ഒടുക്കം വരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാടാൻ ശിവദയ്ക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനിയും തുടരുക. മട്ടന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് വിനോദ് സാർ ഉണ്ട്. സാറിനോട് കൂടി ചോദിക്കാം ശിവദേൻ്റെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. സർ. മോളെ ശിവദ വളരെ ഗംഭീരമായിട്ട് പാടി. എനിക്കൊന്ന് ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ കുറേ കമൻസ് ഒക്കെ കേട്ടു. ഇനി അതൊക്കെ വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് പാടുക. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. അടുത്തതായി മറ്റൊരു മധുര ഗാനവുമായി എത്തുന്നു തസ്ലീം താഹിർ കെ. പ്ലീസ്. അപ്പൊ തസ്ലീം, ഏത് പാട്ടാണ് പാടാൻ വന്നത്? തങ്ക മധുര സമാൽ. ആരുടെ പാട്ടാണത്? ഹംസ നരോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക. ഓക്കെ. താങ്ക് യു. താങ്ക് യു. തസ്ലീം, ആരാ നീ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നത്? എൻ്റെ ഉപ്പയും മുസ്തഫയും. ഇവിടെ വന്നിട്ടുണ്ടോ? പാരൻസ് ഉണ്ടോ? ആരുടെ കൂടെയാ വന്നേ? ഉമ്മ വന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെ ഭാവിയിൽ വലിയൊരു പാട്ടുകാരനാണോ അവനാണോ ഇഷ്ടം? അപ്പൊ നന്നായി പാടാ, നല്ലൊരു പാട്ടുകാരൻ ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തസ്ലീമേ, എത്രയാ പഠിക്കുന്നത്? 4th. ഇനി 5th ജയിച്ചു. 4th പഠിക്കുമ്പോഴേ ഇങ്ങനെ റിയാലിറ്റി ഷോയിലൊക്കെ പാടാനെത്തില്ലേ? ആൾ ഉഷാറാണ്. നന്നായി പാടുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തസ്ലീം താഹിർ അല്ലേ? ഒരു പവർഫുൾ നെയിമാണ് തസ്ലീം. പക്ഷെ തസ്ലീം കുറച്ചുകൂടി ഒരു പവർഫുൾ ആവണം. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. നല്ല കൂളായിട്ട് നല്ല പാട്ടാണ് മോൻ സെലക്ട് ചെയ്തത്. ഹംസോനരേക്കാവിൻ്റെ നല്ല പാട്ടാണ്. ഒരുപാട് സംഗതികളൊക്കെ ഉള്ള നല്ല പാട്ട്. അപ്പോൾ മോൻ എന്ത് ചെയ്യണം? നല്ല കോൺഫിഡൻറ്റോട് കൂടി, നമ്മുടെ പേര് പറയുന്നത് കേൾക്കുന്നില്ലേ, തസ്ലീം താഹിർ, നല്ലൊരു സ്ട്രോങ് നെയിം അല്ലേ?
അപ്പം അതിനനുസരിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഉഷാറോടുകൂടി പാടുക. ബാക്കി നമുക്ക് പാട്ടിന് ശേഷം സംസാരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയാൽ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയാൽ മികവുകൾ അസറ പങ്കിശമേ ചാദിർ ജഗമിലു ജിഗ വിഗ വകുപ്പുകളകിലമേ പങ്കിശമേ ചാദിർ ജഗമിലു ജിഗ വിഗ വകുപ്പുകളകിലമേ ദുനിയാവിൽ സുഖം സ്വബറ അവർ തിങ്കളകം പകമേ സകലം വക തൂകി സുഖം അകം സുരലോകം ഇബ്ൻ അസീസ് അവർ ബശറ നേരിൽ തങ്കത്താനം അലങ്കൃത അതിലതി പരമേ മുന്തുപ്രത ബഹുമതി സുഹൃതി തകമേ തങ്കത്താനം അലങ്കൃത അതിലതി പരമേ മുന്തുപ്രത ബഹുമതി സുഹൃതി കരമേ ചൊങ്കിലി കതർ മദർപ്പത്തിൽ വളർന്നളർന്നിലമേ തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയാൽ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയാൽ മികവുകൾ അസറ ശങ്കിക്ക ബന്നമ്പ അത്താതിൽ താനം ജലസ ലംഘിക്ക ഉന്നം ലൗ അത്താതിൽ മാനം ഫുറുസ ശങ്കിക്ക ബന്നമ്പ അത്താതിൽ താനം ജലസ ലംഘിക്ക ഉന്നം ലൗ അത്താതിൽ മാനം ഫുറുസ ഒത്തമിതത്തതിലെത്തിയെത്തിര സത്യമുത്തരുൾ സുത്തരാൽ കോർത്തുമിക്കരും തക്കമിക്ക പക്കരൽ നോക്കി നിൽക്കുമാ ഹക്കരാൽ ഇട്ടൊറ്റ കാമീസും കാല മാറ്റാലി ബാസില്ല ഹലാ ഇല്ലണെ അണയതും നയകരും കൊള്ളാൻ ചെന്നന ബനിയരി തലയവർ ചൊല്ലതിലൊളിമയലകമൊളി പൊലിമ വെള്ളുമ്മെ കുറിക്കാരും വേറെ നിറമഹിമ കൊള്ളുവൻ ഇവരിലും ഒരുമിഹ ബഹുമാ ഉമറി രണ്ടാമൻ കൊണ്ടാ കഥകൾ വിന്തേ ബഹുമാ ഉമറി രണ്ടാമൻ കൊണ്ടാ കഥകൾ ബിന്ദേ തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയാൽ പദവികൾ കസുറ ശങ്കയില്ല അതികുശിയാൽ മികവുകൾ അസറ സുങ്കുളർ സാഗിയാരെ കാതില്ലവർ ജിഹമാ കങ്കണ പണ്ടം കൊണ്ടാൽ കൊള്ളയെ തള്ളും ജിഹമാ സുങ്കുളർ സാഗിയാരെ കാതില്ലവർ ജിഹമാ കങ്കണ പണ്ടം കൊണ്ടാൽ കൊള്ളയെ തള്ളും ജിഹമ വെച്ചുറച്ചത് ഇച്ചമച്ചമർ ഏകി മോക്ഷവും മെച്ചമായി ബാത്ത് സച്ചതായി ഉദിച്ച വെച്ചതായി വെച്ചുളിച്ചത് പച്ചയായി പയ്യൽ തൊട്ടോ നീ മത്താലേ കയ്യിൽ തട്ടി അജബത്താലേ അജബുടെ ഗതഗണം ഭരണമിതമ്മിൽ അവരുടെ ഗുണസഖി അകമില് ഹമ്മിൽ അലമതിലവരതിലകമിൽ സൂകിൽ വിലമതി സമയം അതുവിധം കരിത കവിശിശു അബുയിബു നുദക്കണ സമതോടുടക്കം കൊണ്ടേ പൂണ്ടാമീറും പണ്ടേ സമതോടുടക്കം കൊണ്ടേ പൂണ്ടാമീറും പണ്ടേ
തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയാൽ പദവികൾ കസൂറ. തസ്ലീം, നല്ല അടിപൊളി പാട്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ആരാണ് പഠിപ്പിച്ചു തന്നത് ഈ പാട്ട്? ഉപ്പയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ, നമുക്ക് എന്തായാലും ജഡ്ജസിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സർ തസ്ലീം താഹിർ മനോഹരമായിട്ട് പാടി മോനെ, വളരെ നന്നായിട്ട് പാടാൻ മോൻ ശ്രമിച്ചിട്ടുണ്ട്. മോൻ ചെറിയ കുട്ടിയാണ്, നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു മോൻ്റെത്. ഞാൻ മോനോട് തുടക്കം പറഞ്ഞിട്ടുണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് പാടണം എന്നുള്ളത്. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ പാടുമ്പോൾ? കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നു അല്ലേ? 1-2 സ്ഥലങ്ങളിലൊക്കെ പോയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു പാട്ട് നമ്മുടെ തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമൊള്ളിയ ആ ഒരു രീതിയിലാണ് നമ്മുടെ പല്ലവി വരേണ്ടത്. മോൻ അത് കുറച്ചൊന്ന് ഒരു താഴ്ന്ന ലെവലിൽ ഒരു പാടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് പാടി നോക്കിയാലോ? തുടക്കം തന്നെ. ഓക്കെ, ഒന്ന് മോന് ആ പല്ലവി മാത്രം ഒന്ന് പാട്. തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയാൽ. ഇപ്പൊ കറക്റ്റായി. നേരത്തെ മോൻ പാടിയപ്പോ കുറച്ച് ശ്രുതി താഴ്ത്തി പാടിയതുപോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ, ഞാൻ മോനോട് തുടക്കം പറഞ്ഞില്ലേ ടെൻഷൻ വേണ്ട, നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞില്ലേ? പിന്നെ അതുപോലെ 1-2 സ്ഥലങ്ങളിൽ കാര്യമായിട്ട് മോൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു പ്രാക്ടീസ് കുറവുണ്ട് അല്ലേ? അല്ല ടെൻഷൻ കൊണ്ടാണോ? ടെൻഷൻ കൊണ്ടാണ്. എന്നിരുന്നാലും മോൻ നന്നായിട്ട് പാടി. 1-2 ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ മോൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നല്ലൊരു ഗായകനാവട്ടെ. നല്ലൊരു ഗായകനാണ്. കുറച്ചുകൂടി ചെറിയ പ്രായമല്ലേ, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാക്കാൻ പറ്റും. 1-2 സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തസ്ലീം താഹിർ അല്ലേ? 2 പേരാണ് അല്ലേ? രക്ഷപ്പെട്ടവനുമാണ്, പരിശുദ്ധനാണ് അല്ലേ? തസ്ലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവനാണ്, താഹിർ പറഞ്ഞാൽ പരിശുദ്ധനാണ്. നന്നായി പാടി കേട്ടോ. അപ്പാൻ്റെ പേരാണോ താഹിർ? അതെ. ഉമ്മയുടെ പേരെന്താ? ലൈല. ലൈല. ഓക്കെ, 2 പേരും അതിലുണ്ടല്ലേ അക്ഷരങ്ങളൊക്കെ അല്ലേ? ചില ആളുകൾ അങ്ങനെ തന്നെ പേരിടാം. നന്നായി പാടി മോനെ. ആ ബഹുമാ ഉമർ 2-ാമല്ലേ, അവരൊന്ന് പാടിക്കാം. അത് റിപ്പീറ്റ് ഒന്ന് പാടിക്കാം. ബഹുമാ ഉമർ, അവിടെ മാത്രം പാടിയാൽ മതി. കിട്ടൂലേ? ബഹുമാ ഉമർ 2-ാമൻ പാടിക്കാം. അവിടെ തന്നെ പാടിക്കോ, കുഴപ്പമില്ല. ഇട്ടൊറ്റ അടുത്ത മേലോടണോ? അവിടെ നിന്നിട്ട് ഇടണോ? ആ, കുഴപ്പമില്ല. ഇട്ടൊറ്റ ഖമീസും കലാ മാറ്റാലി ബാസില്ല ഹലാ ഇല്ലന് അണയതും നയകരും കൊള്ളാൻ ചെന്നന് ബനിയര് തലയവർ ചൊല്ലി ചൊല്ലതിലൊളിമയിൽ അകമൊള്ളി പൊലിമ വെള്ളുമി കുറിക്കാരം വേറെ നിറമഹിമ കൊള്ളുവൻ ഇവരിലും ഒരു മിഹ ബഹുമാ ബഹുമാ ഉമറി 2-ാമൻ കൊണ്ടാ കഥകൾ ബിന്ദേ ബഹുമാ ഉമറി 2-ാമൻ കൊണ്ടാ കഥകൾ ബിന്ദേ. ഓൻ പാടിലെ ഏറ്റവും നല്ല വരി ഇതാണ്. ഏറ്റവും നന്നായി പാടിയത്. അതിൻ്റെ റിപ്പീറ്റൊക്കെ പാടുമ്പോൾ അതിൻ്റെ ചെറിയ പ്ലാൻസൊക്കെ വളരെ മനോഹരമായിട്ട് പാടിയത്. ഇത് ഹംസ നൊറക്കാവ് എഴുതിയ പാട്ടാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന 2-ാമത്തെ ഉമർ എന്ന് പറയും. 1-ാമത്തെ ഉമർ ആരാന്നറിയോ? ഉമർ ബിൻ ഖത്താബ്. ഇത് 2-ാമത്തെ ഉമറിനെ കുറിച്ച് എഴുതിയ പാട്ടാണ്. ചെറിയ വരികളുടെ കുറേ പ്രശ്നങ്ങൾ, ചെറിയൊരു തെറ്റുകൾ, മോനെ പാടിയപ്പോണ്ടായ ചെറിയൊരു പ്രശ്നങ്ങൾ. അത് സാരല്ല കേട്ടോ, ചെറിയ കുട്ടിയല്ലേ, കുഴപ്പമില്ല കേട്ടോ. വീണ്ടും എന്ത് ചെയ്യുക, നന്നായി പാടാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നന്നായി പാടുക. പച്ചവെള്ളം ധാരാളം കുടിക്കാറുണ്ടോ? തണുത്ത വെള്ളമൊക്കെ, ഐസ്ക്രീം ഉപയോഗിക്കാറുണ്ടോ? അല്ലേ? പിന്നെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇന്ന് വല്ല കുഴപ്പമുണ്ടോ? പനി എന്തെങ്കിലും ഉണ്ടോ? ജലദോഷം പനി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. തസ്ലീം ഒന്ന് ചിരിച്ചേ. ഞാൻ പറഞ്ഞില്ലേ നല്ല ചിരിയാന്ന്.
മോൻ്റെ ഈ ഒരു വയസ്സിൽ മോനെ നന്നായി പാടിയിട്ടുണ്ട്. ചില സംഗതികൾ പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ചെയ്യണം. നന്നായി നല്ലൊരു ഗായകൻ ആവാൻ കഴിയട്ടെ. ഓക്കെ, ആ ഉമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ട നീ പാടുമ്പോൾ ആ ഒരു സന്തോഷം എന്നും നിലനിൽക്കട്ടെ. മോൻ നല്ലൊരു ഗായകനാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിനോദ് സർ, ഈ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തസ്ലീം വളരെ ഗംഭീരമായി പാടി. ഈ ചെറിയ പ്രായത്തിലും ഉമ്മയുടെ സന്തോഷം ഞാൻ നേരിട്ട് കണ്ടു. വളരെ ഗംഭീരമായി. ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളിൽ ഓർമ്മിക്കുക. നല്ലൊരു പാട്ടുകാരനാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മാം. തസ്ലീം 4ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? കുഞ്ഞു പ്രായത്തിൽ തന്നെ വളരെ മനോഹരമായി പാടി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ തസ്ലീമിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ തസ്ലീം ഈ ഒരു ഏജിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേജൊക്കെ കിട്ടി, അതൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് പാടി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗ്രാമിക TV മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഗാനലയം റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാപ്പിളപ്പാട്ടിന്റെ സുന്ദരമായ ഇരടികളുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു മുഹമ്മദ് ഇർഫാൻ. ഇർഫാൻ, ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ചുങ്കുറ്റ സുരപുരി. ആരുടെ പാട്ടാണ്? OM കരുവാരക്കുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. ഇർഫാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 10th-ലേക്ക്. എല്ലാം നന്നായി പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, നന്നായി പാടുക. ചുങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പൊങ്കും ഫാദലെ ലിംഗിടും തിക സ്വർഗതാനം ചുങ്കാരത്തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവോട് സൂനം കുശിതാനം റിങ്കിലുതിപ്പം മീനിപ്പും ചങ്കുതുടിപ്പം മേടിപ്പും റിങ്കിലുതിപ്പം മീനിപ്പും ചങ്കുതുടിപ്പം മേടിപ്പും എങ്കും പൂളപ്പും തീമെപ്പും ചൊടി ചൊടി സാരം സുഖസുരതരമാം മികപുരി ഹരമാം സുഖസുരതരമാം മികപുരി ഹരമാം ഷാജർ ഹാജർ സലാമാ ഷറഫുടെ മകാമാ സുഖതാനം ചുങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പൊങ്കും ഫാദലെ ലിംഗിടും തിക സ്വർഗതാനം ചുങ്കാരത്തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവോട് സൂനം കുശിതാനം ഭംഗി സമന്തരമെങ്കും പൊങ്കിടും ഭക്കിൻ പുകളെ ബല്ലികൾ ചൊല്ലിടും നല്ല സംഗീതമാക്കും പോരുളെ ഇത്തരമുഞ്ചും തരമേ ഹാലക്കിൻ പൂരത് വയ്ത്ത് അത്ര മുത്തും വേദമേ തൂതിമൊളി മുശങ്കും കതിരൊളി തുളങ്കും ചിത്തിരമെത്തിരമെത്തിരമേടാ ചെങ്കുളി റങ്കുളി പൊന്തലും കൂടാൻ മതി മതി വിധി തു മതി സുതവദന തു കാമാൻ ചുങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പൊങ്കും ഫാദലെ ലിംഗിടും തിക സ്വർഗതാനം ചുങ്കാരത്തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവോട് സൂനം കുശിതാനം മങ്കിടറങ്ങി വിളങ്ങും പൊങ്കിളിയൊങ്കും വാടിവേ മന്ദിരത്തട്ടുകളൊട്ടും കുട്ടികൾ പാടും പോലിവേ ആഭേദത്താകുമേറ്റം മോതിവലറ്റും സ്വരമേ ആദരത്തേകമണത്തിൽ മന്ദര തട്ടും പുറമേ തൂതിമൊളി മുശങ്കും കതിരൊളി തുളങ്കും ചിത്തിരമെത്തിരമെത്തിരമേടാ ചെങ്കുളി റങ്കുളി പൊന്തലും കൂടാൻ മതി മതി വിധി തു മതി സുതവദന തു കാമാ ചുങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പൊങ്കും ഫാദലെ ലിംഗിടും തിക സ്വർഗതാനം ചുങ്കാരത്തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവോട് സൂനം കുശിതാനം പുങ്കവർ ഭംഗിയിലുങ്കും മർപ്പ
പദലോകം സുവിധ പൊൽതാരം അമ്പിയ മുമ്പരി ഒത്തൊരുമിക്കും സുഹൃത സംഗമേ വീരസുബർഗം മാർഗദർശം ലമന സാരസതേൻകനി മുന്നിലെത്തിരുമോർത്താലി ജമാ കൂതുകൂല കവിത ധൂനിരാഗ സവിത മുത്തകിയത്തകി ശ്വാസത വീട് മുന്തുവരങ്കൃത ചൊങ്കുടു നാടി മാതി മാതി വീതി തു മാതി സുതവദന തു കാമാൻ ചുങ്കുറ്റ സൂരപൂരി മുന്തും ചിങ്കും പൊങ്കും ഫാദലേ ചുങ്കുറ്റ സൂരപൂരി മുന്തും ചിങ്കും പൊങ്കും ഫാദലേ ലിംഗിടും തീക സ്വർഗതാനം ചുങ്കാരത്തരുണിമാർ പന്തലും ഒത്തി കളിയാടും ചന്ത തികവോട് സൂനം കുശിതാനം റെങ്കിലുതിപ്പും മീനിപ്പും ചങ്കുതുടിപ്പും മീടിപ്പും റെങ്കിലുതിപ്പും മീനിപ്പും ചങ്കുതുടിപ്പും മീടിപ്പും എങ്കും പൂളപ്പും തീമിപ്പും ചുടി സാരം സുഖസുരതരമാം മിക പുരിഹരമാം സുഖസുരതരമാം മിക പുരിഹരമാം ഷാജർ ഹാജർ സലാമാ ശരഫുടെ മകാമാ സുഖതാനം ചുങ്കുറ്റ സുരപുരി മുന്തും ചിങ്കും പൊങ്കും ഫാദലി ലിംഗിടും തീക സ്വർഗതാ താനം ചുങ്കാരത്തരുണിമാർ പന്തലും ഒത്തി കളിയാടും ചന്ത തികവോട് സൂനം കുശിതാനം. ഇർഫാൻ നല്ല സ്വീറ്റ് വോയിസ് ആണ്, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അല്ലേ? മുഹമ്മദ് ഇർഫാൻ എങ്ങനെ പാടി? നല്ലപോലെ പാടാൻ സാധിച്ചു. രണ്ട് സ്ഥലത്ത് ചെറുതായിട്ട് പൊട്ടിയില്ലേ? സാരമില്ല, പക്ഷെ നല്ല സ്വരമാണ്. എന്ത് മനോഹരമായ ശബ്ദമാണ് ഇർഫാൻ്റെ. സ്കൂൾ കലോത്സവങ്ങളൊക്കെ പാടാറുണ്ടോ? സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പാടാറുണ്ടോ? സ്കൂൾ കലോത്സവങ്ങളിൽ പാടാറുണ്ടോ? സ്കൂളിൽ ഇത്രയാളായിട്ട് UP വരെ പോകാറുണ്ട്, HS പോയിട്ട്. പാടണം, കാരണം നല്ല ശബ്ദമാണ് കേട്ടോ, മനോഹരമായ ശബ്ദമാണ്. OM-ന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള പാട്ടാണ്. സ്വർഗത്തിലെ ഒരുപാട് സംഭവങ്ങളൊക്കെ പാട്ടിൽ പറയുന്നുണ്ട്. മോനെ ആ ഷറഫുടെ മക്കാമ എന്നല്ലേ, അതൊന്ന് പാടിക്കാം, അവിടെ മാത്രം ഒന്ന് പാടിക്കാം. ഷറഫുടെ മക്കാമ സുഖതാനം. ചില സമയത്തൊക്കെ അത് പാടുമ്പോഴേ വല്ലാത്തൊരു ഫീലാണ്. നല്ല ഏറ്റവും നല്ല ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ചില സമയത്ത് പാടുമ്പോൾ. ഇപ്പം അത്ര നന്നായില്ല, നേരത്തെ പാടിയപ്പോൾ വളരെ നന്നായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഈ ടെൻഷൻ കാരണം വന്നാവും അല്ലേ ചിലപ്പോൾ. ബാക്കി ഒന്നും പറയാല്ല, അത്ര നല്ല സംഭവമായിരുന്നു. സ്വർഗത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഇവിടെ കിട്ടുന്ന പാലുകൾ, അതേപോലെ നമ്മൾ ആഗ്രഹിച്ച പെട്ടെന്ന് പഴം പോലും കിട്ടുന്ന, ആ മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്ക് പഴം കിട്ടുന്ന അടക്കം പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ OM ഈ പാട്ടിൽ വിവരിക്കുന്നത്. OM മുമ്പ് എഴുതിയിരുന്നു, താക്ക താക്ക ദിമി ദിമി താണെന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയിരുന്നു. അത് സ്വർഗത്തെക്കുറിച്ചാണ്. ഇത് വേറെ പാട്ടാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരേ വിഷയം തന്നെ എന്ത് ചെയ്യും, OM എന്ന് പറയുന്ന കവി പാട്ടായിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഏതായാലും മോൻ വളരെ മനോഹരമായി പാടി. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക്സ്. മുഹമ്മദ് ഇർഫാൻ, പടച്ചവൻ നല്ല ശബ്ദഭംഗി തന്നിട്ടുണ്ട്. അപ്പം മോൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ വേദികളിലും എല്ലാ മത്സരങ്ങളിലും പോയി പങ്കെടുക്കുക. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാഷ് പറഞ്ഞതുപോലെ ചെറിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? സൗണ്ടിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നല്ല വോയിസ് ആണ്. പിന്നെ ഹൈ പോർഷനൊക്കെ പോകുമ്പോൾ മോൻ്റെ രീതിയിൽ മോനത് കൺട്രോൾ ചെയ്ത് പാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഹൈ പോർഷനിലൊക്കെ ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് പാടുന്നതായിട്ട് കണ്ടു. അതൊക്കെ മോൻ്റെ നല്ലൊരു കഴിവായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നോട്ട്സ്, ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പാടാൻ ശ്രമിക്കുക. മോൻ നന്നായിട്ട് പാടുന്നുണ്ട്. കുറച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ് നല്ല തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. മോൻ നല്ല ഗായകനായിട്ട് ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഇർഫാൻ നല്ല സൗണ്ടിൻ്റെ ഉടമയാണ്. നല്ലൊരു ഓളം ഓഡിയൻസിലും ഞങ്ങളിലൊക്കെ നല്ലൊരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക്സ്. മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കണം കേട്ടോ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ തന്നെയാണോ? അവിടെയുള്ള ടീച്ചേഴ്സ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. നല്ല സൗണ്ട് ഉള്ള ഒരു മോനാണ്. അവനെ കൂടുതൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടി, ടെൻഷൻ ഇല്ലാതെ പാടി. ഓക്കെ ഓക്കെ. ഇർഫാൻ, നമ്മുടെ മഹസിൻ്റെ അഭിമാനം 9th കയ്യിൽ പഠിക്കുന്നു അല്ലേ? മോൻ യൂത്ത് ഫെസ്റ്റിവലിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്തില്ലേ ഇത്തവണ? ഇല്ല. എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നേ? ഒന്നില്ല. നല്ലൊരു ശബ്ദത്തിൻ്റെ ഉടമയാണ്, ജഡ്ജസ് പറഞ്ഞതുപോലെ മധുരമുള്ള ശബ്ദം.
നല്ല താളത്തോടു കൂടി പാടിയിട്ടുണ്ട്. ഇനിയും പാടുക കേട്ടോ. ഓക്കെ. പിന്നാക്കം ചവിട്ടരുത്, മുന്നോട്ട്. ഓക്കെ. ഓക്കെ. മുഹമ്മദ് ഇർഫാൻ, ആ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ടല്ലേ, ജഡ്ജസ് പറഞ്ഞ മാതിരി നല്ലൊരു ഓളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ ഗംഭീരായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. ഇർഫാൻ നന്നായി പാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇശലിന്റെ ഈരടികളുമായി വേദിയിലേക്ക് മുഹമ്മദ് ഫിസാൻ. ഫിസാൻ നല്ല ഹാപ്പി ആണല്ലോ അല്ലേ? ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ബംഗീഷ. ബംഗീഷ. ആ, ആരുടെ പാട്ടാണത്? ബദറുദ്ദീൻ പാറന്നൂർ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മുഹമ്മദ് ഫിസാൻ. യെസ്. ഫിസാൻ നല്ല കോൺഫിഡന്റ് ആണല്ലോ. ഫിസാനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ആ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ബദ്രു മാഷ നല്ലൊരു പാട്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബംഗീശത്തരുളടിയരുളിലെ ഉളല്ലിക്കാറായലല്ലി തനമിലെ ബഹുകേമക്കൊടിയതിനടിയിലെ കടുകവയുളരിടലായി അടനമി മധുമതിയാം പുതുമതമിതിനുട പദഗതിയത് മൊളിയാൻ മതമിതിനാൽ മതിരകപതിയുടെ ഫതമതിലുതിരിടുവാൻ ബംഗീശത്തരുളടിയരുളിലെ ഉളല്ലിക്കാറായലല്ലി തനമിലെ ബഹുകേമക്കൊടിയതിനടിയിലെ കടുകവയുളരിടലായി അടനമി മധുമതിയാം പുതുമതമിതിനുട പദഗതിയത് മൊളിയാൻ മതമിതിനാൽ മതിരകപതിയുടെ ഫതമതിലുതിരിടുവാൻ ചിങ്കാരത്തിരുനബി അവരിൽ പെരുത്ത് ഫർഹാൽ ഉരത്തതാറാൽ ചേരാന തലമതിലുടനടി മനമതിലുതിമതിയോർ ചിങ്കാരത്തിരുനബി അവരിൽ പെരുത്ത് ഫർഹാൽ ഉരത്തതാറാൽ ചേരാന തലമതിലുടനടി മനമതിലുതിമതിയോർ അതിമിക മതിമുഖനാം മഹമതി മതമിതു ചിതമതിലുതിരിടുവാൻ തളം സുവനമതിലുളം സുവിധമതു അടയിലുടയിർ പടയടനമയണവ തുതിയലതബിന രജവിലണവതായി അടനമ കൊടുമയർ ബനുലിഹിയരിക്കിടിയടി പിടിയിടപെട് നടുവൊടു മുടിയെ ബംഗീശത്തരുളടിയരുളിൽ ഉളല്ലിക്കാറായലല്ലി തനമിലെ ബഹുകേമക്കൊടിയതിനടിയിലെ കടുകവയുളരിടലായി അടനമി മധുമതിയാം പുതുമതമിതിനുട പദഗതിയത് മൊളിയാൻ മതമിതിനാൽ മതിരകപതിയുടെ ഫതമതിലുതിരിടുവാൻ അതിനാൽ അവരടലമിലടനമ കറുത്താസിം പെരുത്തതുറയാൽ അതിമാനല്ലവനടി കഠിനമിലുടനടി പൊരുതുവതായി അതിനാൽ അവരടലമിലടനമ കറുത്താസിം പെരുത്തതുറയാൽ അതിമാനല്ലവനടി കഠിനമിലുടനടി പൊരുതുവതായി ചമരകമിരുതീനൊത്ത ഒരു തിരമിൽ ഷഹിദടവിടയടലിടലായി ഇടം അടലമതിലുടൻ ചകിടയുമായി അതിൽ ബിരികബരെ ഹുബബരിലൊരുവായി പതിയ സെയ്തിന ബിദിയ ഹബസിന പതിതിഹമതിലൊരു തെരുവതിലേറി പൊരി പരുറക്ക ബിരു പെരുമരുമണലതിലായി ബംഗീശത്തരുളടിയരുളിലെ ഉളല്ലിക്കാറായലല്ലി തനമിലെ ബഹുകേമക്കൊടിയതിനടിയിലെ കടുകവയുളരിടലായി അടനമി മധുമതിയാം പുതുമതമിതിനുട പദഗതിയത് മൊളിയാൻ മതമിതിനാൽ മതിരകപതിയുടെ ഫതമതിലുതിരിടുവാൻ ബംഗീശത്തരുളടിയരുളിലെ ഉളല്ലിക്കാറായലല്ലി തനമിലെ ബഹുകേമക്കൊടിയതിനടിയിലെ കടുകവയുളരിടലായി അടനമി മധുമതിയാം പുതുമതമിതിനുട പദഗതിയത് മൊളിയാൻ മതമിതിനാൽ മതിരകപതിയുടെ ഫതമതിലുതിരിടുവാൻ. ഫിസാൻ നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ, നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അല്ലേ? നല്ല ഉഷാറായിട്ട് പാടി, നല്ല എനർജറ്റിക് ആയിരുന്നു മോൻ. താങ്ക് യു. ആ ഒരു കോൺഫിഡൻസ് ലെവല് മോന്റെ പാട്ടിലുണ്ട്. താങ്ക് യു. ബദറുദ്ദീൻ പാറന്നൂരിന്റെ ബംഗീഷ
നല്ല വരികളാണ്. ബദ്രു മാഷും നമ്മുടെ വിധികർത്താക്കളിൽ ഒരാളായ നാസർ മേച്ചേരി മാഷും കൂടിയിട്ടൊക്കെ ഒരുപാട് പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നല്ല വരികൾ സെലക്ട് ചെയ്യും. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോന് പാടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നല്ല ഹൈ പിച്ചിൽ പോകേണ്ട പാട്ടാണ്. അപ്പം നമ്മൾ ചെറിയ മക്കളൊക്കെ ഈ പാട്ട് എടുക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, കാരണം ഹൈ പിച്ചിലേക്ക് എത്തുമ്പോൾ നമുക്ക് പാട്ടിൽ സിൽവേഴ്സ് ഉണ്ടാവും, വെള്ളി. മനസ്സിലായ മോനെ? ബംഗീശ ആ ഒരു ഹൈയിലേക്ക് തുടങ്ങാൻ പറ്റണം. മോനൊന്ന് പല്ലവി പാടി. ബംഗീശത്തരുളടിയരുളിലെ ഉളല്ലിക്കാറായ ലല്ലിതനമിലെ ബഹുകേമക്കൊടിയതിനടിയിലെ കടുകവയുളരിടലായി അടനമി മധുമതിയാം പുതുമതമിതിനുട പദഗതിയത് മൊളിയാൻ മതമിതിനാൽ മതിരകപതിയുടെ ഫതമതിലുതിരിടുവാൻ. ഈ രീതിയിലായിരുന്നു മോ സ്റ്റാർട്ടിങ് പാടേണ്ടത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടാണ് പാടിയത്. നേരത്തെ പാടിയപ്പോൾ ചെറിയൊരു വെള്ളി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അനുപല്ലവി ചിങ്കാര ഒന്ന് പാടിയ മോനെ. ചിങ്കാരത്തിരുനബി അവരിൽ പെരുത്ത് ഫർഹാലുരത്തതാറാൽ ചേരാനത്തലമതിലുടനടി മനമതിലുതിമതിയോ. കറക്റ്റ്. ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് മീറ്ററിൽ വന്നത്. നേരത്തെ പാടിയപ്പോൾ അവിടെയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പോ ഒന്നുകൂടി അത് ഭംഗിയായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഫിസാൻ എങ്ങനെ പാടി? ഫിസാൻ നന്നായി പാടി, നന്നായി പാടാൻ ശ്രമിച്ചു. ഫിസാന് പേടിയുണ്ടോ? ചെറുതായിട്ടല്ല, നന്നായിട്ട് പേടിയുണ്ടായിരുന്നു പാടുമ്പോൾ. തുടക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് വല്ല ഷിവറിങ്ങുള്ള പോലെ അങ്ങനെ തോന്നി, എനിക്ക് ഫീൽ ചെയ്തു. ബദർ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് ഏറ്റവും കൂടുതൽ പാട്ട് ബദറുദ്ദീൻ പാറന്നൂരിൻ്റെ. ഇതൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദിയിൽ ഏറ്റവും കൂടുതൽ പാടുന്നൊരു പാട്ടും ആണ് ഈ പാട്ട്. ഈ പാട്ടിൻ്റെ പ്രത്യേകത ഞങ്ങളൊക്കെ ദേശീയഗാനം എന്ന് പറയാം, അത്രമാത്രം പോപ്പുലറായ പാട്ടാണ്. എവിടെ ചെന്നാലും ഈ പാട്ടില്ലാത്തൊരു മത്സരം ഉണ്ടാവില്ല. ഇത് കേട്ട് ഇനി മേലാൽ പാടരുത് നടക്കം പറയാറുണ്ട്. അതെ മാഷെ, നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ ദേശീയ ഗാനാണ് ബംഗീഷ. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാടുന്ന ഒരു പാട്ടാണ് ബംഗീഷ. ഈ പാട്ടിന് വേറൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇത് മൂന്നാമത്തെ ഭാഗത്തൊക്കെ ഇതിനൊരു നാലാമത്തെ ഒരു ഭാഗം കൂടി മോനെ പാടിയിട്ടില്ല. കാണാൻ അറിയോ? അതിനാൽ കഴിഞ്ഞ അടുത്തൊരു പാട്ടും കൂടി ഉണ്ട്, ഒരു എന്താ പറയാ, ഒരു അനുസരണം കൂടി ഉണ്ട്. അത് പാടിയില്ല. ഓക്കെ, ഈ പാട്ടിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. മ്യൂസിക് ചെയ്ത ആൾ ഇതാണ്, മോൻ്റെ കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ പാട്ട് കുട്ടികൾ മുഴുവൻ ഈ പാടുന്നത്. അങ്ങനെയാണ് ഈ പാട്ട് മുഴുവൻ. അതിൽ മോൻ നന്നായി പാടാൻ വേണ്ടി ശ്രമിച്ചു. എന്ത് ചെയ്യാ, പേടിയൊക്കെ ഒഴിവാക്കുക കേട്ടോ. സ്റ്റേജിൽ കയറി തീരെ പേടിക്കരുത്. സ്റ്റേജിൽ കയറി തീരെ പേടിക്കാൻ പാടില്ല കേട്ടോ. ഞങ്ങൾ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫിസാൻ ഒന്ന് കൂളായേ. വളരെ ബദ്രുദ്ദീൻ മാഷ വളരെ ഹൈ ഉള്ള ഒരു പാട്ടാണ് ഇത്. റിസ്ക് എടുത്തിട്ടാണ് പാടേണ്ടത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ മോൻ്റെ പാട്ടിൽ കണ്ടിട്ടുണ്ട്. എന്നാലും നന്നായി പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ അതിഥികളിൽ ഒരാളായിട്ടുള്ള സുധാമണി ടീച്ചറോട് നമുക്ക് ഫിസാന്റെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ഫിസാൻ, മോനെ ഏത് സ്കൂളാണ് പഠിക്കുന്നേ? മട്രോസ് ഹൈസ്കൂൾ. ഏത് ക്ലാസ്സിൽ? 7th ഇനി 8ലേക്ക്. ഇവിടെ നമ്മളെ കലോത്സവത്തിൽ പങ്കെടുത്തില്ലായിരുന്നോ? ഇല്ല. എന്തേ? എന്നിട്ട് എന്തേ പങ്കെടുക്കാഞ്ഞു മോനെ? പങ്കെടുക്കണ്ടേ? കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കണ്ടേ നമ്മള്? മോൻ നന്നായി പാടിയിട്ടുണ്ട്. നീ ഇത്തരം അവസരങ്ങൾ കളയാതെ കേട്ടോ, എപ്പോഴും ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. വിനോദ് സാറിനോട് ഇനി അഭിപ്രായം ചോദിക്കാം. ഗംഭീരമായിട്ട് പാടി. എനിക്കൊന്ന് ജഡ്ജസിന് നല്ല അഭിപ്രായം കിട്ടിയത്. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാപ്പിളപ്പാട്ടിന്റെ ഈണവും താളവുമായി ഗാനലയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. പുതിയ പാട്ടും പാട്ടുകാരുമായി നമുക്ക് വീണ്ടും കാണാം. സുഹൃതം താരം ഒരു ശരഫുടൈ നിധി മതി സന്തോഷ പുന്തിര ചന്തം മന്ദിര സുന്ദര ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര മതിചിങ്ക പാട്ട പൊങ്കുൾ പൊടി എങ്കും തൂടി പൊങ്കും മത തുങ്കൾ യമൈ പാകം മാരുളെങ്കിലും മൈലങ്കും
ഹബീബുള്ള സ്വഹാബരും വേഗത്തിൽ തുള്ളുതിര വിരക്കും പൊതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹാബരും വേഗത്തിൽ തുള്ളുതിര വിരക്കും പൊതിൽ വിരിക തിരുനൂറിൻ ബംഗീശത്തിൽ ചൊങ്കേറുന്നലിയാർ തിരുതീയ ഖിലാഫത്തിൻ പിറബന്ധാരപ്പുലിയാർ തിരുമുത്തിൻ മകൾ പതിയെ